ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയിട്ടോ, ഞാൻ ഷോർട്സ് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നപ്പോൾ തന്നെ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശയ്ക്ക് മാവ് അരച്ചിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലാണ് വെച്ചത്. അതാകെ പൊങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, പാത്രം ചെറുതായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചായയൊക്കെ വെച്ചത്. പിന്നെ ചായയൊക്കെ വെപ്പ് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. ഇന്നലെ രാത്രി നല്ല ഇടിയും മഴയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങളവിടെയൊക്കെ എങ്ങനെയായിരുന്നു, മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് പോസ്റ്റ് ചെയ്യണത് വെള്ളിയാഴ്ച ആയിരിക്കും. അപ്പോൾ പിന്നെ മഴ പെയ്തപ്പോൾ കണ്ടോ എൻ്റെ മുളകും തൈക്കൊക്കെ നല്ല ഉഷാർ വെച്ചിട്ടോ. ഞാൻ എത്ര വെള്ളം ഒഴിച്ചാലും ഇത്ര ഉഷാറൊന്നും കാണാറില്ല. പക്ഷെ മഴ പെയ്തപ്പോൾ കണ്ടില്ലേ, ഒരു പ്രത്യേകത തന്നെയാണല്ലേ. പിന്നെ മുളകൊക്കെ നന്നായി കായ്ച്ചു കേട്ടോ. പിന്നെ അത് കറിവേപ്പ് അത്ര പുഷ്ടിച്ചൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ പൂച്ചക്കുട്ടികളും പൂച്ചയൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി മഴയൊക്കെ മാറിയപ്പോൾ കേട്ടോ. പിന്നെ ഞാൻ എന്താ അടുക്കളയ്ക്ക് കയറി ചായ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുളിക്കാനൊക്കെ കയറിയത്. അപ്പോൾ ചായ കുടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ മോൾ എണീറ്റ് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഏട്ടനും മോനും പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് രാവിലെ കേട്ടോ വന്നപ്പോൾ അവർ ഉറങ്ങുകയാണ്. അപ്പം ഞാൻ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇന്ന് പലഹാരത്തിന് ഇപ്പോൾ ദോശയാണ് കേട്ടോ. ദോശയും ചട്നിയൊക്കെയാണ് ഇന്ന് പലഹാരം. ഇവിടെ പൊതുവെ എല്ലാ ദിവസവും അധിക ദിവസവും ദോശ തന്നെ ആയിരിക്കും കേട്ടോ. ഇഡ്ഡലിയൊക്കെ അപൂർവം ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ദോശയോടാണ് എല്ലാവർക്കും ഇത്തിരി പ്രിയം കൂടുതൽ. അപ്പോൾ അത് കറിവേപ്പില കേട്ടോ. ഞാൻ അത് അടുത്ത വീട്ടിൽ ചേച്ചി എനിക്ക് കറിവേപ്പില കൊണ്ടുവന്ന് തന്നതാട്ടോ. അവരുടെ വീട്ടിലെ മരം വെട്ടിയപ്പോൾ ഈ കറിവേപ്പില എന്താ പിന്നെ 2 മാങ്ങയും കൂടി കൊണ്ടുവന്ന് തന്നു കേട്ടോ. അപ്പം ഞാൻ ആ കറിവേപ്പില ഞാനിങ്ങനെ ഊരിയിട്ട് കഴുകിയതിന് ശേഷം അത് ഊരിയെടുത്ത് പ്ലാസ്റ്റിക് ഡപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ചെയ്യുക കേട്ടോ. ഒരുപാട് ദിവസം അങ്ങനെ നിൽക്കും. പിന്നെ കവറിൽ പൊതിഞ്ഞ് വെച്ചാലും നിൽക്കാറുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഡപ്പയിലിട്ട് വയ്ക്കുക ചെയ്യുക. പിന്നെ ഇത് വളമൊന്നും ഇടാത്ത നമ്മളെ വീട്ടിലൊക്കെ ഉള്ള കറിവേപ്പിലയാണല്ലോ. പിന്നെ ഞാൻ എന്താ മാവ് ഉപ്പിട്ട് ഇളക്കിയിട്ട് ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ അധികവും ഷോർട്സ് തന്നെയാണ് കേട്ടോ ഇടാറ്. ലോങ് വീഡിയോ വളരെ കുറവേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി ആഴ്ചയിൽ 1-2 ലോങ് വീഡിയോസ് എങ്കിലും ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും എൻ്റെ ഫാമിലി ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കാണുന്നത്. അവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ അവരൊക്കെ എൻ്റെ ഫാമിലി അംഗം, എൻ്റെ കുടുംബാംഗം പോലെ തന്നെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് എനിക്ക് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതാ ഞാൻ ദോശയും ചട്നിയൊക്കെ കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞ് തുണി തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കുളിച്ചത്. പിന്നെയാണ് കേട്ടോ ഞാനത് തുണി ഇതാ വിരിച്ചിടാൻ പോവുകയാണ്. അപ്പോഴും മോളെൻ്റെ ഒപ്പം വരുന്നുണ്ട് കേട്ടോ. അവളാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പം ഞാൻ അവളടുത്ത് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുണിയൊക്കെ വിരിച്ചിടുന്നത്. അപ്പോൾ ഇപ്പോൾ വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. രാത്രിത്തെ മഴയുടെ അതൊക്കെ പോയി ഇപ്പോൾ വെയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വറുത്തരച്ചിട്ട് തന്നെയാണ് ഇവിടെ സാമ്പാർ ഉണ്ടാക്കുക. പൊടിയൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. എനിക്ക് പൊതുവെ പൊടിയോടൊന്നും ഇഷ്ടമില്ല. പിന്നെ ഇതാ ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും മഴക്കാറ് വീണ്ടും നല്ല മഴക്കാറ് വന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ സന്ധ്യ ആവാറായി, മേലൊക്കെ കഴുകി. പിന്നെ ഇന്നിപ്പോൾ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പൊരിച്ച് പത്തിരി ആട്ടോ ഉണ്ടാക്കണത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിതാ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് പുറത്തേക്ക് മഴ പെയ്യുന്നുണ്ടോ ചാറുണ്ടോ നോക്കാൻ വേണ്ടി പോയതാട്ടോ. പക്ഷെ നല്ല മഴക്കാറുണ്ടെങ്കിലും ചാറി തുടങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞത് ആ വെള്ളമൊക്കെ തിളച്ച് വന്നു. പിന്നെ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. വാട്ടിക്കുഴച്ചെടുക്കുകയാണ് ചെയ്യുക. അരിപ്പൊടി ഞാൻ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കിയിട്ട് പിന്നെ മില്ലിൽ നിന്ന് പൊടിപ്പിച്ച് കൊണ്ടുവന്ന അരിപ്പൊടിയാണ്. അപ്പോൾ അത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ അത് മിക്സ് ആയി കഴിഞ്ഞ ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രം കൊണ്ട് അവിടെ അടച്ചു വെച്ചു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ടി ഞാൻ തേങ്ങ പൊളിച്ചു കേട്ടോ. അപ്പോഴേക്ക് ഗ്ലാസ്സും കൊണ്ട് മോള് വന്നേ. പിന്നെ അപ്പോൾ തേങ്ങാവെള്ളം എന്നും അവൾക്കുള്ളതാട്ടോ. തേങ്ങ പൊളിക്കുമ്പോൾ അവൾ വരുവേ. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ അവൾക്ക് കൊടുത്തു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്ക് തേങ്ങ, ഉള്ളി, ജീരകവും കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. നല്ലോണം അരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇത് പിന്നെ എണ്ണയിൽ ഞാൻ പൊരിച്ചെടുക്കണ പത്തിരിയാണ് കേട്ടോ. അല്ലാതെ പരത്തി ചുട്ടെടുക്കണതും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ ഇനി വേറൊരു ദിവസം ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു. പിന്നെ അത് ആ മാവെടുത്ത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. കുഴയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ചീനച്ചട്ടി ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് വേറെ പാത്രത്തിലേക്ക് മാവ് മാറ്റിയിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കൈ നല്ലോണം ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കൈ അതിൽ മുക്കിയിട്ടാണ് ഇത് കുഴച്ചെടുക്കണത്.
പിന്നെ നമ്മൾ ആ ജസ്റ്റ് ചതച്ച് വെച്ചില്ലേ ആ മിക്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചൂടോടെ തന്നെ കുഴക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ എന്താ ഇട്ട് കൊടുക്കണം, എള്ളാണ് കേട്ടോ, കറുത്ത എള്ള് ഒരു നുള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കാൻ കേട്ടോ മാവ്. ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അത് വലിയൊരു ബോൾ പോലെ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തി പരത്തണ പോലെ, ചപ്പാത്തിയുടെ അത്ര നേർപ്പിക്കരുത്, ഇത്തിരി കനത്തിൽ, അത്യാവശ്യം കനത്തിൽ തന്നെ നമ്മുടെ ചപ്പാത്തി കോൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് അത് പരത്തിയെടുക്കുക കേട്ടോ. ഒരുപാട് കനം കുറയ്ക്കരുത്. പിന്നെ എന്തിൻ്റെങ്കിലും അടപ്പ് വെച്ചിട്ട് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ എന്തിൻ്റെങ്കിലും ഞാൻ ചെറിയൊരു തൂക്കുപാത്രത്തിൻ്റെ അടപ്പാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ആ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും, ഭംഗിയായി വരും കേട്ടോ. കനം വേണം, അത്യാവശ്യം കനം ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് അങ്ങനെ എല്ലാം പരത്തിയെടുത്തു. അവസാനം ആകുമ്പോഴേക്കൊന്നും അടപ്പ് വെക്കാണ്ടൊക്കെ പരത്തി തുടങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പൊക്കെ പോയി തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയും സവാളയും കൂടി വഴറ്റിയിട്ട് കറിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അതും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിലേക്കിട്ട് നന്നായി മൊരിച്ച് വറുത്ത് കോരുകയാണ് കേട്ടോ ചെയ്യുക. നന്നായി മൊരിയണം കേട്ടോ. കാരണം ചിലപ്പോൾ മോൾ ഭാഗം മൊരിഞ്ഞ് ഉള്ളു വേവാണ്ടൊക്കെ വരും. അപ്പം നമ്മൾ കുറച്ച് തീ സിമ്മിലാക്കിയിട്ട് നമ്മളൊന്ന് നന്നായി വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളി കറി പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. രജാസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഇതോടൊപ്പം ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.